അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പറയുക, ഇന്നലെ രാത്രിയാകുമ്പോൾ നമുക്ക് 35K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതായത് 35,000 ആൾക്കാർ നമ്മുടെ ഒരു ഫാമിലിയിലുണ്ട്. പക്ഷെ 35,000 ആളൊന്നും നമ്മുടെ വീഡിയോ കാണുന്നില്ല കേട്ടോ. അതിൽ കുറച്ച് പേരെ നമ്മുടെ വീഡിയോ കാണുന്നുള്ളൂ. അത് നമുക്ക് അന്ന് 35,000 പേര് ആയത് നമ്മൾ അന്ന് വാഴാനിന്ന് വരണ വീഡിയോ ഇട്ടല്ലോ, അതിലാണ് നമുക്ക് സബ് കയറിയത്. അതിന് ശേഷം എന്താ പറയുക, 30Kയോളം അന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 29-30Kയോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് 35K ആയത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ ഒരു ഫാമിലിയിലേക്ക് ഇത്രയും പേരായത് ഇങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ഇത്ര പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം നമ്മൾ വാഴാനിന്ന് പോകുന്ന ഒരു വീഡിയോയാണ് കയറി ക്ലിക്കായതും നമുക്ക് അപ്പോഴാണ് ഒരു 30Kയുടെ അടുത്ത് നമുക്ക് സബ് ആയത് കേട്ടോ. അപ്പോൾ നമുക്ക് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മളതിനെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു നിമിഷത്തിൽ അവരേനൊക്കെ ഞാൻ ഓർക്കുക കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇക്കൊല്ലല്ല, കഴിഞ്ഞ കൊല്ലം നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇത് വന്നിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും, ഒരു വർഷത്തേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി തന്ന ഒരു ഇത്തണ്ട്. ഇത്തയുടെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് പെരുന്നാളിന് നമുക്ക് ഡ്രസ്സ് എടുത്ത് തന്ന ഒരു ഇത്തണ്ട്. അത് ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, സജീസ് ഹോം കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, സജിത്ത. ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഞാൻ അവരെന്നൊക്കെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. നമ്മുടെ മിറ്റം കിടക്കണ കിടപ്പ് കണ്ടാം. എനിക്ക് എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഭയങ്കര ക്ഷീണമാണ് മുഖത്ത്. എനിക്ക് നല്ല പനിയാണ് കേട്ടോ. അപ്പോൾ മിറ്റമൊന്നും അടിച്ചു വരാണ്ട് മിറ്റൊക്കെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറ് തോന്നുകയാണ്. അടിച്ചു വരാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വയ്യ. കുറച്ച് ജീവനുണ്ടെങ്കിൽ ഞാൻ അടിച്ചു വരും. അപ്പോൾ ആകെ മറ്റേ നമ്മുടെ ഇര കുത്തിയിട്ടുള്ള മണ്ണാണ് കേട്ടോ. അതൊക്കെ ഇത് അടിക്കണമെങ്കിൽ ഇത്തിരി ആരോഗ്യം വേണം. ഇത് എന്താ പറയുക, കുറച്ചീശെ അടിച്ചിട്ട് കൂട്ടണം നമ്മൾ, എന്നിട്ട് വേണം ഇത് വാരി കളയാൻ. അപ്പോൾ നല്ല പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറിനൊക്കെ കണ്ടുവന്ന് മരുന്നൊക്കെ കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാൾ നമ്മളതിനെ സഹായിച്ചവർക്കും നമ്മുടെ കൂടെ ഒപ്പം നിന്നവർക്കൊക്കെ ഒരുപാട് നന്ദി പറയാനുള്ളത്. ഓരോരുത്തരുടെ പേര് ഇങ്ങനെ എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാണ്ട്. മിസ്രിയാത്താനൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ. എന്താ പറയുക, അവർ പിന്നെ കുറേ പേരുണ്ട് അങ്ങനെ. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ആയി. സംസാരിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസേനേക്കാളും എന്താ പറയുക കിട്ടിയിട്ടുള്ള ഒരു ഒരു സമ്മാനം തന്നെയാണ് അവരെല്ലാവരും കേട്ടോ. ഹസീന കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുള്ള ഇക്കാകിയും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വാഴാനിയിലിരിക്കുന്ന സമയത്ത് കേട്ടോ, അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വാഴാനിയിലിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിലേക്ക് കാണാൻ വരുന്നവരൊക്കെ നമ്മളതിനെ ഏകദേശം അറിയുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാ ആഴ്ചയിലെന്ന് പറഞ്ഞ പോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഡാമിലേക്ക് ആൾക്കാർ കൂടുതൽ പോകും. അപ്പോൾ അങ്ങനെ പോകുന്നവരൊക്കെ ചിലപ്പോൾ കാറ് നിർത്തിയിട്ടും ബൈക്ക് നിർത്തിയിട്ടും ഒക്കെ നമ്മളോട് സംസാരിക്കാറുണ്ട്. ചിലവർ വീട്ടിലേക്ക് കയറാറുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വരണതും കയറണതും. ചിലപ്പോൾ കുട്ടികൾക്ക് കൈ നിറയെ സാധനങ്ങൾ വാങ്ങി കൊടുന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പെട്ടെന്ന് തന്നെ കയറി വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ചിലപ്പോൾ റോട്ടിൽ നിന്നിട്ടൊക്കെ സംസാരിക്കുക. അങ്ങനെ ഒരുപാട് പേരേനെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മളോട് നമ്പർ തരുമോ ഒന്ന് സംസാരിക്കാനാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ അവർ ഡോക്ടറെ അടുത്തേക്ക് പോയേക്കാട്ടോ. അപ്പോൾ ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചോറൊന്ന് വെന്തതിന് ശേഷം വേണം എനിക്കും പോകാൻ വേണ്ടിയിട്ട്. കറിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തിളച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ കറി നമുക്ക് ഇന്നുള്ളത് കുമ്പളങ്ങയും മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ മുതിരപ്പേരി ഉണ്ട്. മുതിരപ്പേരിയല്ല, മുതിരക്കറി ഞാൻ രാവിലെ പുട്ടിലേക്ക് ഉണ്ടാക്കിയതാണ്, അത് ഇരിക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. ഇനി ഡോക്ടറെ കണ്ട് വന്ന ഒരു ജീവൻ വെച്ചിട്ടാണ് എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും
എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഭയങ്കര ക്ഷീണമുണ്ട് എന്നുള്ളത്. ഇപ്പൊ 35K ആയിട്ട് ഒരു സെലിബ്രേഷൻ നടത്തണം എന്ന് കുഞ്ഞുവിന് ഭയങ്കര ആഗ്രഹം. വേറെ ഒന്നുമല്ല, ഒരു കേക്ക് മേടിച്ച് മുറിക്കണം എന്നുള്ളത്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒന്നും റഷിക്ക നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 1K കേക്ക് മുറിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ നമ്മൾ 10ൻ്റെ മുറിച്ചിട്ടുണ്ട്, അങ്ങനെ 25ൻ്റെ ഒക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും റഷിക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ 35K ആയപ്പോൾ റഷിക്ക നാട്ടിലുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആഗ്രഹം ഒരു കേക്ക് വാങ്ങിച്ച് മുറിക്കണം എന്നൊക്കെ. അപ്പം ഇൻഷാ അള്ളാ നടക്കുമെന്ന് അറിയില്ല, മേടിക്കണം എന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ആൾക്ക് പനിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പനിയില്ല, ഇന്നിപ്പോൾ ഇഷമോൾക്ക് പനിയായിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നല്ല പനിയായിട്ട് അവളെ രാത്രി 11 മണിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇട്ടാ. അപ്പോൾ ഇന്ന് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ഹാപ്പി മോളും കൂടി പോയേക്കാണ്. പിന്നെ ഇനി അവർ വന്നതിന് ശേഷം വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് കാണാൻ പോണത്. സംസാരിക്കുമ്പോൾ അങ്ങനെ കിതപ്പ് വരികയാണ്. നമുക്ക് എന്താ പറയുക, നല്ല മൂത്രം കടച്ചിലുണ്ട് കേട്ടോ. അതും ഉണ്ട്, പനിക്കണമുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും പനി ഉണ്ടാവുക. അപ്പം ഇനി എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വരാം. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു കേക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വാങ്ങണം. റഷിക്ക പോണേക്കാളും മുന്നേ ഒന്ന് മുറിക്കാം. പിന്നെ ഒരുപാട് പേര് റഷിക്കാൻ എന്താ വീഡിയോയിൽ നിർത്താത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് നിർത്തണ്ട, ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, അതിൻ്റെ പേരിൽ തല്ലൂടണ്ട, ആളുണ്ടായിട്ടൊന്നുമല്ലല്ലോ ഇത്ര കാലം വീഡിയോ എടുത്തത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചില്ലേ. അപ്പം ഞാനിപ്പോൾ നിർബന്ധിക്കാറില്ല കേട്ടോ. ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആൾക്ക് അങ്ങനെ താല്പര്യമില്ല. വന്ന സമയത്തൊക്കെ ഞാൻ അത്രയും നിർബന്ധിച്ചിട്ട് തന്നെയാണ് വീഡിയോയിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. നിൽക്കാൻ പറഞ്ഞിട്ട് തന്നെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് പണിക്ക് പോവാണ്. പിന്നെ ഞാൻ ചില ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാറില്ല. ആദ്യത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് അതാണ് കാണാത്തത് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി ചിലപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കമൻറ്റ് വരിക വയ്യാത്തതും ഈ ബുദ്ധിമുട്ടൊക്കെ അമ്മായിമ്മേനെ വിളിക്കാത്ത കാരണമെന്നൊക്കെ പറയാം. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അന്നാൾ ഞാൻ പറഞ്ഞില്ലേ മേലേക്ക് പാമ്പ് ചാടി എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അമ്മായിമ്മേനെ പോയി കണ്ടാൽ മതി ആവുന്നൊക്കെ. ഞാൻ ഈ ഫൈഷേൻ്റെ പേരിൽ യാസീനും ഇത് ചെയ്യാറ് കേട്ടോ. നമ്മൾ പാമ്പിനെ സ്വപ്നം കണ്ടാലോ പാമ്പിനെ വീട്ടിൽ കണ്ടാലോ ഒക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പോൾ അവരെപ്പോഴും നമ്മുടെ വീഡിയോയിൽ അങ്ങനെ വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട്. ഞാൻ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അവരുടെ ചാനലിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഞാൻ അതൊന്നും പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പാമ്പ് മേലേക്ക് ചാടിയത് പാമ്പ് വാതിലിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നപ്പോൾ അത് സ്വാഭാവികമായിട്ട് താഴത്തേക്ക് ചാടും. അപ്പോൾ അതെൻ്റെ ദേഹത്തേക്ക് വീണതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.